ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച ഓർത്തഡോക്സ് സഭ മാർച്ചിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഓർത്തഡോക്സ് സഭ പറയുന്നു. സമൂഹ ലഹരിക്കെതിരെ പോരാടുമ്പോൾ സർക്കാർ ബ്രൂവറിക്ക് വേണ്ടി വാദിക്കുന്ന അംഗീകരിക്കാനാകില്ല എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. രാവിലെയും സഭകളുടെ ഭാഗത്തുനിന്ന് പലവിധ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായി. ഷിനോജ്, കൂടുതൽ സഭകൾ രംഗത്തേക്ക് വരുന്നു. ഇപ്പോൾ കടുത്തൊരു നിലപാടിലേക്ക് ഓർത്തഡോക്സ് സഭ പോവുകയാണ്. ഏത് തരത്തിൽ അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്? സമരം എങ്ങനെയായിരിക്കും? രതീഷ്, ഓർത്തഡോക്സ് സഭ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. സർക്കാരിനെതിരെ അവർ നേരത്തെ തന്നെ നിലപാടുകൾ പറഞ്ഞതുമാണ്. ഇപ്പോൾ കൂടുതൽ ഒരു കടുപ്പിച്ച സമരത്തിലേക്കൊക്കെ തന്നെ ഓർത്തഡോക്സ് സഭ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഉപവാസ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കാര്യങ്ങളാണ് ഓർത്തഡോക്സ് സഭ വിശദീകരിക്കുന്നത്. മാർച്ചിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഉപവാസ സമരം ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി നേതൃത്വത്തിൽ നടത്തും എന്നാണ് സഭ വിശദീകരിക്കുന്നത്. മാത്രമല്ല ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് LDF യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മിശ്രമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സഭയുടെ തീരുമാനമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഈ സഭകൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി ചേരുമോ എന്നാണ് ഇനി ഏറ്റവും അറിയേണ്ടത്. പ്രത്യേകിച്ച് രാവിലെ CSI സഭ സമാനമായൊരു അഭിപ്രായമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ സഭകളുമായി ചേർന്ന ഒരു പ്രതിഷേധത്തിന് അത്തരത്തിൽ സാധ്യതകളിലേക്ക് സഭകൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാവിലെ സമരത്തിനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ CSI സഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം എന്നത് എല്ലാ സഭകളുമായി ആശയവിനിമയത്തിന് ഉള്ള ശ്രമം നടക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഒരു യോജിച്ച സമരത്തിലേക്ക് വലിയൊരു പ്രക്ഷോഭമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷവും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതീക്ഷ, അത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് എല്ലാ സഭകളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ CSI സഭ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അതിനു മുമ്പ് മാരാമൺ കൺവെൻഷൻ്റെ വേദിയിൽ വെച്ച് മാർത്തോമ സഭ സമാനമായ രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നു. അങ്ങനെ എല്ലാ സഭകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ ഒരു യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമീപകാലത്തൊക്കെ തന്നെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു സഭകളുടെ രീതിയിലെ ഒരു കൂട്ടായ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. എന്തായാലും പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ സമരത്തിന് ഈ സഭകൾ യോജിച്ച് ചേരുമോ? അതല്ല, സഭകൾ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഓർത്തഡോക്സ് സഭ ഒരു പ്രധാനമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപവാസ സമരം എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ചിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം നടത്തുകയാണ് ഓർത്തഡോക്സ് സഭ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത് ഈ സമരത്തിൽ മറ്റേതെങ്കിലും ക്രൈസ്തവ സഭകൾ ഒപ്പം ചേരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രതീഷ്. ശരി ഷിനോജ്, ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കാനൊക്കെയാണ് തീരുമാനം. കടുത്ത രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. കൂടുതൽ സഭകൾ സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും.